السلام عليكم أيها الطلاب الأعزاء، كيف حالكم؟ طيبين؟ تمام الحمد لله بارك الله فيكم. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രശസ്തനായ ഇറാഖിലെ അറബി കവി മഅറൂഫ് റസാഫിയുടെ പ്രശസ്തമായ ഒരു കവിതയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുമ്പോഴും മതങ്ങൾ പരസ്പരം തമ്മിലടിക്കുമ്പോഴും ഈ കവിത വളരെയധികം ചർച്ച ചെയ്യേണ്ടതാണ്. ഫീ സബീലിൽ വത്വൻ എന്ന പേരിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള കവിതയിലേക്ക് അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമുക്കൊരു യാത്ര നടത്താം. അമാ ആന അൻ തുൻസ മിനൽ ഖൗമി അൽഗാനു ഫയുബ്ന അലാ ഉസ്സിൽ മുആഖാതി ബുന്യാനു. അമാ ആന, സമയമായില്ലയോ, അൻ തുൻസ മിനൽ ഖൗം, ആളുകളിൽ നിന്ന് മറക്കപ്പെടാൻ സമയമായില്ലേ. അൽഗാനു, അവർ തമ്മിൽ പരസ്പരമുള്ള വെറുപ്പുകൾ അഥവാ ആളുകൾക്കിടയിലുള്ള വെറുപ്പുകൾ മറക്കപ്പെടാനുള്ള സമയമായില്ലയോ. ഫയുബ്ന അലാ ഉസ്സിൽ മുആഖാതി ബുന്യാനു, സൗഹാർദ്ദത്തിൻ്റെ അടിത്തറയിൽ രാഷ്ട്രങ്ങൾ ജനതയെ കെട്ടിപ്പടുക്കാൻ സമയമായില്ലയോ. അഥവാ ആളുകൾക്കിടയിലുള്ള ഈ പരസ്പര വിദ്വേഷങ്ങളൊക്കെ ഒഴിവാക്കി മനുഷ്യരെല്ലാം ഒന്നായി ഒരു ബിൽഡിംഗ് പോലെയാണ് എന്നുള്ള ഒരു സാഹോദര്യ ഭാവത്തിലേക്ക് മാറാൻ ഇനിയും സമയമായില്ലയോ എന്ന് കവി ചോദിക്കുകയാണ്. അമാ ആന അൻ യുർമത് തഖാദിലു ജാനിബൻ. അമാ ആന അൻ യുർമ, വലിച്ചെറിയാൻ സമയമായില്ലയോ. അത്തഖാദുലു, പരസ്പരം നിന്ദ്യമാക്കുന്നതിനെ. ജാനിബൻ, ഒരു വഴിക്ക് വലിച്ചെറിയാനായില്ലയോ. ഫതക്സിബ ഇസ്സൻ, അങ്ങനെ വലിച്ചെറിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇസ്സൻ, പ്രതാപം ഉണ്ടാവുകയുള്ളൂ. ബിത്തനാസുരി ഔതാനു, പരസ്പര സൗഹാർദ്ദത്തിലുള്ള രാഷ്ട്രങ്ങളെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുമുള്ളൂ. ഈ പരസ്പരം നിന്ദ്യമാക്കുന്നതിനെ, പരസ്പരം അപമാനിക്കുന്നതിനെയൊക്കെ വലിച്ചെറിഞ്ഞാൽ മാത്രമേ പരസ്പര സൗഹാർദ്ദത്തിലുള്ള രാഷ്ട്രങ്ങളെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുകളൊക്കെ ഒഴിവാക്കി രാജ്യങ്ങളും ജനങ്ങളും പരസ്പരം സൗഹാർദ്ദത്തിലും സഹകരണത്തിലും നിന്ന് രാഷ്ട്രങ്ങളെ കെട്ടിപ്പടുക്കേണ്ടുന്ന സമയമാണിത്. ഇനിയും പരസ്പരം കലഹിക്കേണ്ട സമയമല്ല എന്ന് കവി ജനങ്ങളെ ഉദ്ഘോഷിക്കുന്നു. തഖാദുൽ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക. തക്സിബു, ഉണ്ടാക്കി തീർക്കും. ഇസ്, പ്രതാപം. തനാസുറു എന്ന് പറഞ്ഞാൽ പരസ്പര സഹകരണം. വതനുൻ ജംഉ ഔതാൻ, രാഷ്ട്രങ്ങൾ. അലാമത്ത് ആദി, എന്തിനാണ് ഈ വിദ്വേഷം, വെറുപ്പ്, ഈ എതിർപ്പുകൾ ഒക്കെ എന്തിനാണ്. ലിഖ്തിലാഫി ദിയാനത്തിൻ, മതവിരുദ്ധതയുടെ പേരിൽ, മതവ്യത്യാസത്തിൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ എതിർപ്പ് കാണിക്കുന്നത്. വഇന്നത്ത ആദി ഫിദ്ദിയാനത്തി, വഇന്നത്ത ആദ ഫിദ്ദിയാനത്തി, മതകാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഉദ്വാനുൻ, അതൊരു തരത്തിലുള്ള ശത്രുതയാണ്. അഥവാ മതത്തിൻ്റെ പേരിൽ ഭിന്നിക്കേണ്ടതില്ല, അത് ശത്രുതയുടെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് കവി നമ്മെ ഉപദേശിക്കുന്നു.
വമാ ളറ ലൗ കാന തആബുനു ദീനനാ. വമാ ളറ, എന്തൊരു ബുദ്ധിമുട്ടാണുള്ളത്. ലൗ കാന തആബുനു, പരസ്പര സഹകരണം എന്നത്, ദീനന, നമ്മുടെ മതമായാൽ എന്താണതിൽ പ്രശ്നമുള്ളത്? ഫതഅമുറ ബുൽദാനുൻ, ഇങ്ങനെ പരസ്പരം സഹകരണമാണ് ഓരോരുത്തരുടെയും മതമെങ്കിൽ, ഇങ്ങനെ പരസ്പര സഹകരണമാണ് ഓരോരുത്തരുടെയും മതമെങ്കിൽ, കവി ചോദിക്കുന്നു ഫതഅമുറ ബുൽദാനുൻ, അപ്പോൾ ഫതഅമുറ ബുൽദാനുൻ, രാജ്യങ്ങളെല്ലാം അഭിവൃദ്ധിപ്പെടും. വതഅമുന ഖുത്താനു, രാഷ്ട്രത്തിലുള്ള ജനങ്ങളെല്ലാം സുരക്ഷിതരായി തീരുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മളൊക്കെ നീങ്ങേണ്ടത് എന്ന് മഅറൂഫ് റസാഫി നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഇദാ ജമഅത്നാ വഹ്ദത്തുൻ വതനിയ്യത്തുൻ, ദേശീയത എന്ന യൂണിറ്റ് നമ്മളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ, ഫമാദാ അലൈന, പിന്നെ നമുക്കെന്താണ് പ്രശ്നം? അൻ തുഅദ്ദദ അദിയാന, വ്യത്യസ്ത മതങ്ങളുണ്ടാകുന്നതിന്. അഥവാ ഒരു ദേശത്തിൻ്റെ പേരിൽ നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ വ്യത്യസ്ത മതങ്ങളുണ്ടാകുന്നതിൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് കവി നമ്മെ ഉപദേശിക്കുന്നു. ഇദൽ ഖൗമു അമ്മതഹും, ഇനി കവി ചോദിക്കുകയാണ്, ഇദൽ ഖൗമു അമ്മതഹും ഉമൂറുൻ സലാസത്തുൻ, ആളുകളെ ഒരുമിച്ച് കൂട്ടിയാൽ, ഉമൂറുൻ സലാസത്തുൻ, 3 കാര്യങ്ങളിൽ ആളുകളൊക്കെ ഒന്നാണ്. ഏതാണ് 3 കാര്യം? ലിസാനുൻ, ഒന്ന് ഭാഷയാണ്, എല്ലാവരുടെയും ഭാഷ ഒന്നാണ്. വഔത്താനുൻ, അവരുടെ രാജ്യങ്ങൾ, അവരുടെ രാജ്യം ഒന്നാണ്. വബില്ലാഹി ഈമാനുൻ, അല്ലാഹുവിലുള്ള വിശ്വാസം, ദൈവവിശ്വാസം ഒന്നാണ്. ഈ 3 കാര്യങ്ങളും അവരെ ഏകോപിപ്പിക്കുമ്പോൾ ഫഅയ്യു ഇഅ്തിഖാദിൻ മാനിഉൻ മിൻ നുഖ്വത്തിൻ, പിന്നെ പരസ്പരം സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന എന്ത് വിശ്വാസമാണുള്ളത്? ബിഹാ ഖാല ഇൻജീലുൻ കമാ ഖാല ഖുർആനുൻ, ഖുർആനും ബൈബിളുമെല്ലാം പരസ്പര സൗഹാർദ്ദത്തിൽ ജീവിക്കാൻ നമ്മോട് ഉദ്ഘോഷിക്കുന്നു. പിന്നെ എന്ത് തടസ്സമാണ് നമുക്കിടയിൽ? കിതാബാനി ലം യൻസിൽഹുമല്ലാഹു റബ്ബുനാ, ഈ ബൈബിളും ഖുർആനും അല്ലാഹു നമുക്ക് അയച്ചതാണ്. അത് അയച്ചിട്ടുള്ളത് അലാ റസൂലിഹി, തൻ്റെ ദൈവദൂതന്മാരിലൂടെയാണ്. ഇതൊക്കെ അയച്ചത് എന്തിനാണ്? ഇല്ലാ ലിയസ്ഉദ ഇൻസാന, മനുഷ്യനെ സൗഭാഗ്യത്തിലേക്ക് എത്തിക്കാനല്ലാതെ മറ്റൊരു കാര്യത്തിനുമല്ല. അതുകൊണ്ട് ഫമൻ ഖാമ ബിസ്മിദ്ദീനി, മതത്തിൻ്റെ പേരിൽ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ, യദ്ഉ മുഫർരിഖൻ, വിഭാഗീയതയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, ഭിന്നിപ്പിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ, ഫദഅവാഹു, അപ്പോൾ അവൻ്റെ ക്ഷണം, അവൻ്റെ ദഅവത്ത്, ഫിയസ്ലിദ്ദിയാനത്തി, മതത്തിൻ്റെ അടിത്തറയുടെ കാര്യത്തിൽ തന്നെ, ബുഹ്താനുൻ, വ്യാജമായ ഒരു പ്രബോധനമായിരിക്കും അത്. അങ്ങനെ ഭിന്നിപ്പിൻ്റെ സ്വരം, അതൊക്കെ വ്യാജമാണ്. അഥവാ മതത്തിൻ്റെ പേരിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ശ്രമങ്ങളൊക്കെ വ്യാജമാണ്. അനഷ്കാ ബി അംരിദ്ദീൻ, മതത്തിൻ്റെ കാര്യത്തിൽ നാം പരാജിതരായി നിൽക്കുകയോ, വഹുവ സആദത്തുൻ, സത്യത്തിൽ അത് സൗഭാഗ്യത്തിൻ്റെ കാര്യമാവുമ്പോൾ, അഥവാ മതം ഒരു സൗഭാഗ്യത്തിൻ്റെ വിജയത്തിൻ്റെ കാര്യമാവുമ്പോൾ, പിന്നെ എന്തിനാണ് നാം മതത്തിൻ്റെ പേരിൽ പരാജിതരായി ജീവിക്കുന്നത്? ഇങ്ങനെ പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട്. ഇദൻ ഫത്തിബാഉദ്ദീന യാ ഖൗമു ഖുസ്റാനു, മതം പരാജയത്തിൻ്റെ വഴിയാണെങ്കിൽ, ഫത്തിബാഉദ്ദീന, അപ്പോൾ മതത്തെ പിന്തുടരൽ, യാ ഖൗം, എൻ്റെ സമൂഹമേ, ഖുസ്റാനു, അതൊരു നഷ്ടകാര്യമാണ്, അതൊരു നഷ്ടക്കച്ചവടമല്ലേ? അഥവാ മതം യഥാർത്ഥത്തിൽ സൗഭാഗ്യമാണ്.
അത് വിജയമാണ്. ആ സൗഭാഗ്യത്തിലേക്കാണ് മതം കൊണ്ട് നാം എത്തിച്ചേരേണ്ടത്. എന്നാൽ മതം നമ്മെ പരാജയത്തിലേക്ക് എത്തിക്കുന്ന സ്ഥിതിയാണെങ്കിൽ ആ മതം കൊണ്ടൊരു കാര്യവുമില്ല. അത് നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. വലാക്കിന്ന പക്ഷേ ഇവിടെ വിഷയം എന്താണ്? വിവരമില്ലാത്തവർ ധാരാളം മതത്തിലുണ്ട്. വലാക്കിന്ന ജഹിലൽ ജാഹിലീൻ, വിവരമില്ലാത്തവരുടെ വിവരക്കേട്. ത്വഹാബിഹിം അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇലാ കുല്ലി ഖൗലിൻ ലം യുഅയ്യിദുഹു ബുർഹാനുൻ, മതത്തിലോ മറ്റു വേദഗ്രന്ഥങ്ങളിലോ തെളിവില്ലാത്ത ഒരു ശക്തിയുമില്ലാത്ത വെറും വാദങ്ങളിലേക്കാണ്. അപ്പോൾ വിവരമില്ലാത്തവരാണ് മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കാൻ ശ്രമിക്കുന്നത്, തമ്മിലടിപ്പിക്കുന്നത്. അവരുടെ വാക്കുകൾക്ക് വല്ല തെളിവുകളോ പിൻബലമോ ഇല്ല. അതുകൊണ്ട് അവ നിരാകരിക്കേണ്ടതാണ് എന്ന് കവി നമ്മെ ഉപദേശിക്കുന്നു. മാത്രമല്ല അസത്യത്തിൻ്റെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അവർ ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ്. ഈ വിവരദോഷികൾ അസത്യത്തിൻ്റെ ഏകാന്ത പ്രദേശങ്ങളിൽ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയുകയാണ്. ഹാമ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക. തൈഹാഹിൽ അബാത്തീൽ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ, ആരാരുമില്ലാത്ത പ്രദേശങ്ങൾ. കല്ലദീ തഖബ്ബതഹു മിൻ ശിദ്ദത്തിൽ മസ്സി ശൈത്വാൻ, പിശാച് ബാധയേറ്റവനെ പോലെ അന്തമില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണവർ. അഥവാ അവർ മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കി അവർക്ക് തന്നെ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. പിശാചിൻ്റെ ദുർബോധനം ഏറ്റവനെ പോലെയാണവൻ. തഖബ്ബതഹു ശൈത്വാൻ എന്ന് പറഞ്ഞാൽ പിശാച് ബാധിക്കുക. മിൻ ശിദ്ദത്തിൽ മസ്, കൂടുതൽ പിശാച് ബാധ ഏറ്റവനെ പോലെ. മവാത്തിനുക്കും യാ ഖൗമു ഉമ്മുൻ കരീമത്തുൻ, എൻ്റെ സമൂഹമേ, മവാത്തിനുക്കും നിങ്ങളുടെ ഓരോ സ്വദേശങ്ങളും ഉമ്മുൻ കരീമ, മാന്യയായ ഒരു മാതാവാണ്. നിങ്ങളുടെ രാജ്യം ഒരു മാതാവാണ്. അവയൊക്കെ ഓരോ രാജ്യവും ഓരോ മാതാവാണ്. തദറുലക്കും, അവൾ നിങ്ങൾക്ക് ചുരത്തിത്തരും. നിങ്ങളുടെ മാതാവായ അവൾ നിങ്ങൾക്ക് ചുരത്തിത്തരും. മിൻഹ, അവളിൽ നിന്ന്, മുതൽ ഉംരി, കാലങ്ങളോളം, ദീർഘകാലം, ആയുസ്സുള്ള കാലമത്രയും. എന്ത് ചുരത്തിത്തരും? അൽബാൻ, പാൽ ചുരത്തിത്തരും, പാലുകൾ ചുരത്തിത്തരും. അഥവാ നിങ്ങൾക്ക് വളരാൻ ആവശ്യമായ, നിങ്ങളുടെ ആരോഗ്യത്തിനാവശ്യമായ, നിങ്ങളുടെ അഭിവൃദ്ധിക്കാവശ്യമായ പാലുകൾ ചുരത്തിത്തരുന്ന അമ്മയാണ് നിങ്ങളുടെ രാജ്യം. ഓരോ രാജ്യവും അങ്ങനെയാണ്. ഫഫീ ഹിൽനിഹ, ആ അമ്മയുടെ അഥവാ രാജ്യമാകുന്ന ആ അമ്മയുടെ സംരക്ഷണത്തിലാണ് മഹ്ദുല്ലക്കും, നിങ്ങളുടെ മടിത്തട്ട് നിൽക്കുന്നത്. അഥവാ അമ്മയുടെ മടിത്തട്ടിലാണ് നിങ്ങളുടെ സുരക്ഷിതത്വം നിൽക്കുന്നത് എന്നർത്ഥം. വമബാഅത്തുൻ, നിങ്ങളുടെ അഭയകേന്ദ്രവും അതാണ്. വഫീ ഖൽബിഹ, അവളുടെ ഹൃദയത്തിലാണ്, അത്ഫുൻ അലൈക്കും, നിങ്ങളോടുള്ള ദയ ഉള്ളത്. അവളുടെ ഹൃദയത്തിൽ എന്താ ഉള്ളത്? നിങ്ങളോടുള്ള ദയയാണ്. വതഹ്നാനു, നിങ്ങളോടുള്ള വാത്സല്യമാണ്. ഫമാ ബാലുക്കും, എന്താണ് നിങ്ങളുടെ അവസ്ഥ? ലാ തുഹ്സിനൂന, നിങ്ങളൊരു നന്മയും ചെയ്യാതെ ഇങ്ങനെ ജീവിക്കുകയാണോ? നിങ്ങളെ സംരക്ഷിക്കുന്ന ഈ ഉമ്മയോട്, രാജ്യമാകുന്ന നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ ഒരു നന്മയും ചെയ്യാത്തത് എന്ത്? വവാജിബുൻ അലൽ ഇബ്നി ലിൽ ഉമ്മിൽ കരീമ ഇഹ്സാനു, ആദരണീയയായ ഒരു ഉമ്മയോടുള്ള ഒരു പുത്രൻ്റെ കടമ ആ ഉമ്മയോട് നന്മ ചെയ്യലാണ്, അല്ലാതെ പരസ്പരം തമ്മിലടിക്കുകയല്ല, പരസ്പരം തമ്മിലടിപ്പിക്കുകയല്ല എന്ന് മാറൂഫ് റസാഫി ഈ കവിതാശകലത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ,
ആധുനിക കാലത്തെ വളരെ സുന്ദരമായ മതേതരത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ, രാജ്യ സഹകരണത്തിൻ്റെ ഉദാത്തമായ വരികളാണ് നമ്മൾ ഈ കേട്ടത്, നാം ശ്രവിച്ചത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗങ്ങൾ, ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.